ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലും നോർവേയും തമ്മിലാണ് അടുത്ത റൗണ്ട് മത്സരത്തിൽ ഏറ്റുമുട്ടുക. ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രിയാണ് ആ മത്സരം നടക്കുക. ഏർലിംഗ് ഹാലൻഡിനെ നേരിടേണ്ടി വരുന്നു എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ബ്രസീലിനെ കാത്തിരിക്കുന്നത്. പക്ഷേ മത്സരം ബ്രസീൽ വിജയിക്കും എന്നാണ് ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ നോർവീജിയൻ ന്യൂസ് പേപ്പറായ ഡാഗ് ബ്ലാഡറ്റ് ബ്രസീലിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നോർവേയെ കണ്ട് ബ്രസീൽ ഇപ്പോൾ പേടിച്ച് വിറക്കുകയാണ് എന്നാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏർലിംഗ് ഹാലൻഡ് അവർക്കും ഒരു ഭീതിയായി മാറിയിരിക്കുന്നു. ഏത് ടീമിനെയും ഇന്ന് പരാജയപ്പെടുത്താൻ നോർവേക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്രസീൽ വലിയ ആശങ്കയിലാണ്. അക്കാര്യത്തിൽ അത്ഭുതമില്ല എന്നൊക്കെയാണ് നോർവേയിലെ പ്രമുഖ ന്യൂസ് പേപ്പറായ ഡാഗ് ബ്ലാഡറ്റ് ഇന്നലെ എഴുതിയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ ആ ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ പേടിച്ച് വിറക്കുകയാണ്. ഏർലിംഗ് ഹാലൻഡ് അവർക്കും ഒരു ഭീതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബ്രസീലുകാർക്കും ആ അലേർട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഐവറി കോസ്റ്റിനെതിരെ നോർവേക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നിട്ടും വിജയിക്കാൻ കഴിഞ്ഞു. ഇതൊരു മുന്നറിയിപ്പാണ്. ഫുട്ബോളിലെ പവർ ഹൗസുകൾക്ക് നോർവേ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഏതൊരു എതിരാളിയെയും തോൽപ്പിക്കാൻ കഴിവുള്ള ടീമാണ് നോർവേ. പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന് ലഭിക്കുന്ന ഏറ്റവും കടുത്ത എതിരാളികളാണ് നോർവേ. അതുകൊണ്ട് തന്നെ ബ്രസീൽ ആശങ്കപ്പെടുന്നതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. ഇതാണ് നോർവേയിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ എഴുതിയിട്ടുള്ളത്. ബ്രസീലിനെ പരിഹസിക്കുന്നു. അതുപോലെ തന്നെ വലിയ ഒരു വെല്ലുവിളിയുടെ ഭാഷയിലാണ് അവരിപ്പോൾ ഇക്കാര്യം എഴുതിയിട്ടുള്ളത്. ബ്രസീലും നോർവേയും തമ്മിലുള്ള മത്സരത്തിലെ ഫേവറേറ്റുകൾ അത് ബ്രസീൽ തന്നെയാണ്. പക്ഷേ ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഏർലിംഗ് ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും അന്റോണിയോ നുസയും ഒക്കെ അടങ്ങുന്ന നോർവീജിയൻ നിര അവർ അട്ടിമറിക്ക് കപ്പാസിറ്റിയുള്ള ഒരു ടീം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.